ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിൽ രോക്ഷം കൊണ്ടു നിൽക്കുന്ന പ്രതിപക്ഷവാദങ്ങളെ തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പുതിയൊരു കാര്യമല്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ കഴമ്പുമില്ല. അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഫെഡറൽ തത്വങ്ങളെ തകർക്കും എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ല എന്നും, കൂടാതെ രാജ്യത്തെ മുൻപ് 3 തിരഞ്ഞെടുപ്പുകൾ സമാധാന രീതിയിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതിപക്ഷത്തോടായി പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പരാമർശമുണ്ടായത്. ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിടുന്ന ആർട്ടിക്കിൾ 82A അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ പാർലമെന്റിന്റെയും നിയമസഭയുടെയും പൂർണ്ണ കാലാവധി ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആർട്ടിക്കിൾ 83, ആർട്ടിക്കിൾ 172 തുടങ്ങിയവയിൽ ഭേദഗതി വരുത്തുവാനും ബിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം ഉറപ്പാക്കുന്നു എന്നതാണ് ഈ നീക്കമെന്ന പ്രചാരണത്തിന് അടിസ്ഥാനമില്ല എന്നും അമിത്ഷാ പറഞ്ഞു. ഒഡീഷയിൽ 2014, 2019 വർഷങ്ങളിൽ നടന്ന നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെ ഫലം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമിത്ഷായുടെ പ്രതികരണം ഉണ്ടായത്. 2019 ഒഡീഷയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരേ സമയത്താണ് നടന്നത്. എന്നാൽ ആ തവണ അവിടെ BJPക്ക് പരാജയമായിരുന്നു ഫലം. 2019 രാജ്യമാകെ തന്നെ BJP തരംഗം അലയടിച്ചെങ്കിലും ആന്ധ്ര നഷ്ടമായെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പുതിയ കാര്യമല്ല. രാജ്യത്ത് 3 തിരഞ്ഞെടുപ്പ് സമാന രീതിയിൽ നടന്നിട്ടുണ്ട് എന്നും അമിത്ഷാ വ്യക്തമാക്കി. 1952 എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയമാണ് നടന്നത്. 1957 തിരഞ്ഞെടുപ്പ് തീയതികളിൽ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഒരേ സമയം നടത്താനായി 8 സംസ്ഥാനങ്ങളിലെ നിയമസഭ പിരിച്ചുവിട്ടിരുന്നു. ഇതിനുശേഷം 3ാം തവണയും രാജ്യത്ത് സമാനമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നതായി അമിത്ഷാ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേരളത്തിലെ ഇടത് സർക്കാരിനെ നെഹ്റു പിരിച്ചുവിട്ടതോടെയാണ് ഈ രീതി നിന്നുപോയതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഇന്ദിരാഗാന്ധിയുടെ രീതിയാണ് ഇക്കാര്യത്തിൽ നെഹ്റു പിന്തുടരുന്നത്. 1971 തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രം കാലാവധി കഴിയും മുൻപേ തന്നെ ലോക്സഭ പിരിച്ചുവിട്ട ചരിത്രമുണ്ട്. അവിടെ മുതലാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയുടെ താളം തെറ്റിയതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് അംഗീകാരം നൽകിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ഭേദഗതികൾ അടക്കമുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകിയതും. ലോക്സഭ, നിയമസഭ, തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്നതായിരുന്നു നിർദ്ദേശം. ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ചിലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണം. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെയായിരുന്നു രംഗത്ത് വന്നിരുന്നതും. ഈ ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് നവംബർ മാസത്തിലാണ്. അന്ന് വിവിധ കാലങ്ങളിൽ നടക്കുന്ന വിവിധ തിരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകൾ കാരണം പലപ്പോഴും ശ്രദ്ധയും പണവും അനാവശ്യവുമായി ചിലവാകുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതും. 1970കളിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഇടപെടുന്നതുവരെ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള സുപ്രധാന ചുവടുവെപ്പാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സമയവും വിഭവങ്ങളും ലഭിക്കുമെന്നും ഭരണ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കുമെന്നും സർക്കാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക 2034 റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ശക്തമായ ഒരുപാട് എതിർപ്പുകളെ മറികടന്നാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.